നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് നയിക്കുന്ന വടക്കൻ മേഖല തൊഴിലാളി പ്രക്ഷോഭ ജാഥയ്ക്ക് കൂത്തുപറമ്പിൽ സ്വീകരണം നൽകി. ജനുവരി 17-ന് 1 ലക്ഷം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ മുന്നോടിയായാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഇടത് സർക്കാരിന് നയവ്യതിയാനമുണ്ടാകുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാൻ AITUC പ്രതിജ്ഞാബദ്ധമാണെന്നും ഇതിന്റെ ആദ്യപടിയാണ് ജനുവരി 17-ന് 1 ലക്ഷം തൊഴിലാളികളുടെ മാർച്ച് സംഘടിപ്പിക്കുന്നതെന്നും AITUC സംസ്ഥാന പ്രസിഡന്റ് TK ആഞ്ചലോസ് അഭിപ്രായപ്പെട്ടു. നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നയങ്ങളെ അവർക്ക് മാത്രമായി ചെറുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തൊഴിലാളി വർഗവുമായി മറ്റ് ജനവിഭാഗങ്ങളുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ആ ഒരു ഘട്ടത്തിലാണ് നരേന്ദ്രമോദി ഒരു ദിവസം ഇത്തരം നിയമങ്ങൾ പിൻവലിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തിയതുകൊണ്ട് നിയമങ്ങൾ പിൻവലിക്കാൻ കഴിയില്ല. പാർലമെന്റ് തന്നെ സമ്മേളിച്ചാണ് നിയമങ്ങൾ പിൻവലിച്ചത്. എന്നാൽ അവർക്ക് നൽകിയ ഉറപ്പുകൾ, ആ സമരത്തിലൂടെ ഉണ്ടായ ഒത്തുതീർപ്പവസ്ഥകൾ ഗവൺമെന്റ് നടപ്പിലാക്കുന്നില്ല. ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചതാണ്. ആ റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട ശുപാർശ എന്ന് പറയുന്നത് കർഷകർക്ക് അർഹതപ്പെട്ട താങ്ങുവിലയാണ്. അവര് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് എത്രയാണോ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ചെലവഴിച്ചത് അതും അതിന്റെ നേർപകുതിയും കൂടെ ചേർന്ന് താങ്ങുവില ഉണ്ടാകണം. AITUCയുടെ നേതൃത്വത്തിലുള്ള വടക്കൻ മേഖല തൊഴിലാളി പ്രക്ഷോഭ ജാഥയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ കൂത്തുപറമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാഗത സംഘം ചെയർമാൻ M. ബാലൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർക്ക് പുറമെ KV കൃഷ്ണൻ, KT ജോസ്, P. സുബ്രഹ്മണ്യൻ, C. വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 10-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ ഡിസംബർ 17-ന് ഇരിങ്ങാലക്കുടയിൽ സമാപിക്കും. കൂട്ടുന്നൽ യൂണിറ്റ്, എലഞ്ഞോട് യൂണിറ്റ്, ധർമ്മട യൂണിറ്റ്, പാലപ്പുഴ യൂണിറ്റ്, കോളാട് യൂണിറ്റ്, മേലൂർ യൂണിറ്റ്, പിണറായി യൂണിറ്റ്, ന്യൂമഹി യൂണിറ്റ്, മുഴപ്പിലങ്ങാട് യൂണിറ്റ്, AITUC തലശ്ശേരി മണ്ഡലം കമ്മിറ്റി, KCEC പിണറായി ഡിവിഷൻ, സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ കൂത്തുപറമ്പ് മേഖലാ കമ്മിറ്റി, സെക്യൂരിറ്റി എംപ്ലോയീസ് യൂണിയൻ, AITUC പിണറായി. 2025 ജനുവരി 17-ന് 1 ലക്ഷം തൊഴിലാളികളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് പ്രക്ഷോഭ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രക്ഷോഭ ജാഥകൾ ആരംഭിച്ചിരിക്കുകയാണ്. തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരജാഥകൾ 10-ാം തീയതി ആരംഭിക്കുകയും 17-ാം തീയതി സമാപിക്കുകയും ചെയ്യുകയാണ്. 2 ജാഥകളിൽ ഒന്ന് കാസർഗോഡ് മുതൽ ഇരിഞ്ഞാലക്കുട വരെ സഞ്ചരിക്കുന്ന ജാഥയാണ്. ആ ജാഥയുടെ ക്യാപ്റ്റൻ AITUCയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് TJ ആഞ്ചലോസാണ്. ഈ ജാഥ കാസർഗോഡ് ചന്ദ്രഗിരിയിൽ വെച്ച് CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് P. സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ സമാപന സമ്മേളനം 17-ന് ഇരിഞ്ഞാലക്കുട നടക്കുമ്പോൾ അതിൻ്റെ സമാപന സമ്മേളന ഉദ്ഘാടനം നിർവഹിക്കുന്നത് CPIയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് PP സുനീറാണ്. സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ.